ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പം സവോളയും തക്കാളിയും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ ബാച്ചിലേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സവോളയും തക്കാളിയും ഒക്കെ ഇടാതെയുള്ള ചിക്കൻ കറി ട്രൈ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തൊരു ചിക്കനാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയിൽ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന എരിവ് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എരിവൊക്കെ കുറച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് 1 കിലോ ചിക്കനാണ്. ഇത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ചെറിയ പീസാകുമ്പോഴേ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആണെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈരാണ് ഇതിന് പുളി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി കേട്ടോ ചേർത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഈ തൈര് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ സവാള ചേർക്കുമ്പോഴേ നമ്മളെ കറി ഒന്ന് കുറുകിയിരിക്കുകയുള്ളൂ, ഒരു കൊഴുപ്പ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സവാള ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ. ചിക്കനിലെ പീസുകളിലേക്കൊക്കെ ഒന്ന് മസാല നന്നായി ഇറങ്ങട്ടെ. അപ്പോൾ ഇത് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഞാൻ അതിനുള്ള മസാല റെഡിയാക്കാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബട്ടർ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്താലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് മാത്രം ബട്ടർ ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഈ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നല്ല കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. നല്ല കളറ് കിട്ടും, അതിന് വേണ്ടിയാണ്. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മല്ലിപ്പൊടി ആട്ടോ ചേർത്ത്, ഇറച്ചി മസാല ഒന്നുമല്ല. ഇതിലേക്ക് 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 5 ഗ്രാമ്പൂ, ഒരു 5 ഏലക്കായ. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചാലും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം സ്പൈസി ആവണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കുറയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതും ചേർത്തു, കാശ്മീരിയും ചേർത്തു. അപ്പോൾ അതിന് പകരമായിട്ട് എരിവുള്ളത് ഒഴിവാക്കിയിട്ട് കാശ്മീരി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ ഈ മസാല ഇടുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ ഒന്ന് നന്നായി ചൂടായ ശേഷം തീ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ തീ കത്തിച്ചത്. അതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരട്ടെ. അപ്പോൾ നമ്മൾ തീ ഒന്നിച്ച് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്ത ശേഷം ഈ മസാലകളൊക്കെ ചേർത്തത്. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇട്ട് കൊടുത്ത പാടൊന്നും തീ കൂട്ടി വെക്കരുത്. കാരണം നമ്മളിതിൽ തൈര് ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുക ആദ്യം.
ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പൊട്ടാറ്റോ ചെറുതായി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച ശേഷം മാത്രം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അതുവരെ വെള്ളം ഒഴിക്കാതെ നിൽക്കുമ്പോൾ ഇതിൻ്റെ തീ കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കും, തൈര് ചേർക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പുളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കന് ഒരു പുളി കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഇതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ചേർത്ത തൈര് അധികം പുളിയില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ നോക്കിയിട്ട് മാത്രം പുളി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പുളി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്യാബേജാണ്. അപ്പോൾ ഈ ക്യാബേജ് ഒന്ന് നേരിയതായിട്ടൊന്ന് സ്ലൈസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ സ്ലൈസർ എടുത്തത്. ഇതിലാകുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് സ്ലൈസ് ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ചേർക്കണം അതിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ശർക്കര ചേർക്കുന്നത്. ചേർത്ത നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യാം കേട്ടോ. ക്യാബേജ് ഒന്ന് കഴുകിയെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചൂടുള്ള എണ്ണയിൽ തന്നെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഈ ക്യാബേജ് അങ്ങനെ കിടന്ന് ഓയിൽ കുടിക്കും. അപ്പം എണ്ണ നല്ല ചൂടായ ശേഷം അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിക്ക് പകരമായിട്ട് ഇങ്ങനെ നൂല് പോലെ ഇതിൽ കിടന്നോളും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ക്യാബേജിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കിട്ടുന്നത്, ഈ ചിക്കൻ്റെ അതേ ഒരു ഫ്ലേവറിൽ തന്നെ വരുന്നത്. അപ്പം നമ്മുടെ ലോക്ക്ഡൗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ കൊടുത്ത പേരാട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ലോക്ക്ഡൗൺ ചിക്കൻ എന്നാണ് ഞാൻ പേര് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.